എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ഡ്രൈവർ തമ്പീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓരോരുത്തരുടെയും നാടുകളിലേക്ക് ഭക്ഷണ സാധന സാമഗ്രികൾ കൊണ്ടുവരുന്ന ലോറി ഡ്രൈവർമാരുടെ ദയനീയ സ്ഥിതി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ചെന്ന് ലോഡ് കയറ്റി കഴിഞ്ഞാൽ അവിടെ നിന്ന് പോന്ന് വഴിയിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുവാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാനോ ഒന്നും പറ്റാത്ത സാഹചര്യങ്ങൾ. അതുപോലെ ലോഡ് കൊണ്ടുചെന്ന് ഉറക്കമൊളിച്ച് ലോഡ് കൊണ്ടുചെന്ന് ആ ലോഡ് ഒന്ന് ഇറക്കി കിട്ടുവാനായിട്ട് ആരുടെയൊക്കെ കയ്യും കാലും പിടിക്കണമെന്നുള്ളത് ഒരു വാസ്തവമാണ്. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ ആ ലോഡ് ഇറക്കി കിട്ടുന്നതിന് വേണ്ടി ദിവസങ്ങൾ ചിലപ്പോൾ കിടക്കേണ്ടി വരുന്ന അവസ്ഥ. അതുപോലെ ചില സ്ഥലങ്ങളിൽ ചെന്നാൽ നമ്മൾ കളവ് മുതൽ കൊണ്ടുവരുന്ന പോലെയായിരിക്കും അവരുടെയൊക്കെ പെരുമാറ്റം. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിൽ ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട് ഒട്ടനവധി വാഹനങ്ങളും ആളുകളും അവിടെ പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രക്ഷാപ്രവർത്തനം പുരോഗതിയില്ല എന്ന് പറയുന്നു. ഈ ഡ്രൈവർമാർ സംസ്ഥാനങ്ങൾ താണ്ടി വാഹനം ഓടിച്ചു. ഏകദേശം രാത്രി ഒരു 12 മണി ഒക്കെ കഴിയുമ്പോഴായിരിക്കും, 1 മണി 2 മണി സമയത്തൊക്കെ ആയിരിക്കും ഉറക്കം വന്ന് കണ്ണടയുക. ആ സമയങ്ങളിൽ ഒട്ടുമിക്കതും കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം നോക്കി വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണ് സാധാരണ പതിവ്. ഞാനും ഒരു ഡ്രൈവറാണ്, ഞാനും ചെയ്യുന്നത് അതുപോലെയാണ്. ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിവൃത്തിയില്ലാതാവുമ്പോൾ വാഹനം നിർത്തി പാർക്ക് ചെയ്ത് അല്പനേരമൊന്ന് കണ്ണടയ്ക്കും. പക്ഷേ ആ സമയത്ത് അവിടുത്തെ ചുറ്റുപാടുകൾ നോക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ഒരു ഡ്രൈവറെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ അവസ്ഥകൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കർണാടകയിൽ നിന്നും ഇന്നലെ ഇവിടെ എത്തിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ കർണാടക റോഡിൻ്റെ ചില ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കുവാനാണ് ഈ വീഡിയോ ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ സഹോദരങ്ങളായ ലോറി ഡ്രൈവർമാരോട് പറയാനുള്ളത്, പരമാവധി നമ്മൾ വാഹനം സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തുവാൻ ശ്രമിക്കുക. ഞാനീ പറയുന്നത് ഏത് സമയത്തും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നമ്മുടെ ഡ്രൈവർമാരുടെ അവസ്ഥ അങ്ങനെയായിരിക്കും. പറ്റുമെങ്കിൽ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ വാഹനം നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ അല്പനേരം കണ്ണടയ്ക്കുവാനാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ സഹോദരങ്ങൾക്കാർക്കും ഷിരൂരിൽ സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കട്ടെ. പ്രേക്ഷകർ ഈ വീഡിയോ കാണുക, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പകർത്തിയ ചില ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കുകയാണ്. നന്ദി, നമസ്കാരം. മണ്ണിനടിയിൽപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ.